എല്ലാവർക്കും നമസ്കാരം. നമ്മൾ LP UP എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോയി വന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാടാ. അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ എന്താണ്. ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ പഴശ്ശിരാജയെക്കുറിച്ച് കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ്. ഏതാണ് പഴശ്ശിരാജയെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. കാരണം എന്താ? ഓപ്ഷൻ ബി എന്താ പറയുന്നത്? 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ, 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലല്ലടാ, 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ, അല്ലെങ്കിൽ 793 to 805 വരെ ആയിരുന്നു എന്താ പഴശ്ശി കാലഘട്ടം എന്ന് നമുക്കറിയാം. അപ്പം ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചുള്ള വസ്തുതകളൊക്കെ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിലെന്താണ് കൃത്യമായിട്ട് ഏതൊക്കെയാണ് ജോഡി എന്ന് കണ്ടെത്തി എഴുതേണ്ട അവസ്ഥയാണ് നമുക്കുള്ളത്. അപ്പോൾ നോക്കാം ഏതാ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഒന്നാമത്തേത് ഗുരുവായൂർ സത്യാഗ്രഹം. ഒന്നാമത്തെ ആളാരാണ്? ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം ആരാണ് ലീഡ് ചെയ്തത്? മന്നത്ത് പത്മനാഭനാണല്ലോ ലീഡ് ചെയ്തത്. ഗുരുവായൂർ സത്യാഗ്രഹം ലീഡ് ചെയ്തത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹം KP കേശവമേനോൻ, അല്ലെങ്കിൽ വൈക്കം KP കേശവ. ഓക്കെ. ചെമ്പഴന്തി ആശ്രമം ശ്രീനാരായണ ഗുരു. ഓക്കെ, സെറ്റ്. ചാന്നാർ ലഹള ആരാടാ? അയ്യങ്കാളി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എന്താണ്? നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏതാണ് നമ്മുടെ ഓപ്ഷൻ? ബി ആണ് ഒന്നാമത്തതിൻ്റെ ആൻസർ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ട. നിങ്ങളുടെ വക്കം എന്ന് കേൾക്കുമ്പോൾ ഈ സാധനം ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. മൗലവിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാ? ഒന്നാമത്തെ സ്വദേശാഭിമാനി. പ്രതിവാര പത്രം ആരംഭിച്ചു. ശരിയാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു. ഇന്ത്യൻ നാഷണൽ പ്രവർത്തിച്ചത് വക്കം അബ്ദുൽ ഖാദറാണ്, മൗലവി അല്ല. ഈ മൗലവി നിങ്ങൾ നോട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ ഒരു പണി കിട്ടാൻ സാധ്യതയുണ്ട്, അത് നോട്ട് ചെയ്യണം കേട്ടോ. അപ്പം അടുത്ത ഓപ്ഷൻ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ്. ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. ഓക്കെ, പ്രസ്താവനകൾ വിലയിരുത്താൻ പോവുകയാണ്. കേളപ്പൻ നയിച്ചു. ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ കേളപ്പൻ നയിച്ചു. ഓക്കെയാണ്. കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെയായിരുന്നു. കോഴിക്കോട് ബേപ്പൂർ മുതൽ പയ്യന്നൂർ, കണ്ണൂരിലെ പയ്യന്നൂർ വരെയാണ് അത് നടന്നത്. 1930 നടന്നു. ഓക്കെ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടർച്ചയാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം. തെറ്റ്. 100ഓളം സ്വാതന്ത്ര്യ സമര സേനാനികൾ പങ്കെടുത്തു. തെറ്റ്. എത്രയായിരുന്നു? 33 പേരെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? 33 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ A 1 2 3 ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ എന്താ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ചില പ്രധാന സംഭവങ്ങളാണ് താഴെ ചെന്നിരിക്കുന്നത്. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല എന്ന് നടന്നത് 1919. ഓർത്തോ, 1919. ചൗരി ചൗര സംഭവം 1922. ഉപ്പു സത്യാഗ്രഹം 1930. മുകളിൽ കണ്ടല്ലേ? എപ്പോഴാണ് നടന്നത്? ബംഗാൾ ഗസറ്റ് നടന്നത് 1780 1780. അപ്പോൾ കാലക്രമം എങ്ങനെ? 1 2 3 4 എന്നല്ല, 1 2 3 4 ആ രീതിയിലാണ്. നമ്മൾ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം നമുക്ക്. കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ്. കൂട്ടത്തിൽ പെടാത്തത് പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം, ബ്രഹ്മസമാജം, ഹിന്ദു സമാജം. കൂട്ടത്തിൽ പെടാത്തത് ഹിന്ദു സമാജമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത്, വീണ്ടും ഒരു കൂട്ടത്തിൽ പെടാത്ത ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. നീല വിപ്ലവം, ധവള വിപ്ലവം, ഹരിത വിപ്ലവം. ഈ 3 വിപ്ലവം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? നീല വിപ്ലവം എന്ന് പറഞ്ഞാൽ ഫിഷ്, ധവള വിപ്ലവം മിൽക്ക്, ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ പച്ചക്കറി. ഈ ഓറഞ്ച് വിപ്ലവം എന്താടാ ഇവിടെ കൂട്ടത്തിൽ പെടാൻ പറ്റാത്തതാണ്. ഇതൊക്കെ ഉക്രൈനിലെങ്ങാണ്ടാണ് നടന്ന സംഭവം അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണെന്നാണ്. സ്ഥാപക പിതാവായിട്ട് ഡോക്ടർ വിക്രം എ സാരാഭായ്. നമുക്കറിയാം വിക്രം എ സാരാഭായിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. എന്നിട്ട് എന്ത് പറയണം? പ്രസ്താവന ഏതൊക്കെ ശരിയാണെന്ന് നോക്കണം നമുക്ക്. നൈൽ നദിയിലെ പ്രസ്താവനകൾ ശരിയാണ്. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? താഴെ തന്നിരിക്കുന്നതിൽ ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരാണ് സിന്ധു നദി തട സംസ്കാരം. സിന്ധു നദി തട സംസ്കാരമാണ്. ജോൺ മാർഷലാണ്. മറന്നു പോരുത്. കണ്ടെത്തിയ ആളുകളൊന്നും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ. ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ കിടക്കുന്നത്? ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. 12ാമത്തെ നോക്കാം. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദേശീയ പരീക്ഷയായ
പിസ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകളാണ് പ്രസ്താവനകൾ വിലയിരുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയാം. ഓപ്ഷൻ ബി ആണ് 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ഈ 3 പ്രസ്താവനകളും പിസയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനയാണ്. 4, 5 പ്രസ്താവനകൾ തെറ്റാണ്. ഓക്കെ, ശരി. അപ്പോൾ എങ്ങനെയെങ്കിലും അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിലെ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തിയുക. ഇന്ത്യയിലെ ബാങ്കിംഗ് സമ്പ്രദായം ആരംഭിക്കുന്ന 1786 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ച ഉടനെയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഈ ഓപ്ഷൻസുകളൊക്കെ നോക്കിയിട്ട് ഏതൊക്കെയാണ് ഇതിൽ ശരി തെറ്റിയെന്ന് നിങ്ങൾ കണ്ടെത്തുക. അതിന് നമ്മൾ ഓപ്ഷൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ്. 1, അതുപോലെ തന്നെ 2, അതുപോലെ തന്നെ 3, ഈ 3 ഓപ്ഷനുകളും ശരിയാണ്. ബാക്കിയുള്ള 4ാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉപദ്വീപീയ നദികൾ പെടാത്തത്? താഴെ കൊടുത്തതിൽ ഉപദ്വീപീയ നദി അല്ലാത്തത് ബ്രഹ്മപുത്രയാണ്. എടുത്തേക്ക് ഇരിക്കുക, ബ്രഹ്മപുത്രയാണ്. ബാക്കി ഉപദ്വീപീയ നദിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ആമുഖത്തിൽ സ്ഥിതി സമത്വം, മതേതരത്വം, സെക്കുലറിസം ഒക്കെ ആഡ് ചെയ്തത് എപ്പോഴാണെന്നാണ് ചോദിച്ചിട്ട് 42ാമത്തെ ഭേദഗതി പ്രകാരമാണ്. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ 42ാമത്തെ ഭേദഗതി പ്രകാരമാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സാമൂഹ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചത്. പോലീസ്, കോടതി, ആ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നീ വായിക്കാൻ നിൽക്കുന്നില്ല. സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നോക്കുക. അതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി 1, 4 ആണ് ശരിയായ പ്രസ്താവന. ഈ 1, 4 മാത്രമാണ് ശരിയായ പ്രസ്താവന. ഈ പ്രസ്താവനകളൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ചു വെച്ചോ. കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ ബെസ്റ്റാണ്. ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചോ. ഓക്കെ, സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിൽ അധ്യാപകർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡെസ്ക്ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ താഴെ കൊടുത്തിട്ടുള്ള ഏതാണ്? സ്റ്റെല്ലേറിയമാണ്. അതാണ് സ്റ്റെല്ലേറിയമാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റെല്ലേറിയമാണ് ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ സംസ്ഥാന തലത്തിൽ ലഭ്യമാക്കേണ്ടിയിരിക്കുന്ന സ്ഥാപനമാണ് കൈറ്റ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആരോഗ്യം, ഊർജ്ജം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലയിൽ പ്രയോജനപ്പെടുത്തുന്നതിനായി ജപ്പാൻ അടുത്ത കാലത്ത് രൂപകൽപ്പന ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് ഫുഗാക്കു. ഏതാണ്? ഫുഗാക്കു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോമാണ്. ചാർജിൻ്റെ യൂണിറ്റ് കൂളമാണ്. വെറുതെ കൊണ്ടുപോയാണ്ട് ആംപിയർ ഒന്നും എഴുതരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 20 നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിനെ താഴെ പറയുന്ന സ്ഥാനാന്തര ഗ്രാഫ് ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഈ 4 ഗ്രാഫുകളും നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഏതൊക്കെ ഘടകങ്ങളാണ് ഇതിലുള്ളതെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 22ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച ബഹിരാകാശ പേടകമാണ് വോസ്റ്റോക്ക് 1 ആണ് എന്ത് ആദ്യമായിട്ട് എത്തിച്ച ബഹിരാകാശ പേടകം. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്. കാരണം എന്താ? കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലാണ്. ഇതാണ് കാരണം. എന്താണ്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഡെൻസിറ്റി എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ബൊയാൻസി ഫോഴ്സിനുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഹയർ ഡെൻസർ ഏതാണോ ഹയർ ബൊയാൻസി ഫോഴ്സ് ആയിരിക്കും. അതെന്ത് ചെയ്യും? ഹയർ എമൗണ്ട് ഓഫ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും എന്ത് ഒബ്ജക്റ്റിൻ്റെ മേലെ. അതുകൊണ്ട് അതെന്ത് ഫ്ലോട്ട് ചെയ്ത് കണ്ട് കിടക്കും. അതാണ് ഇതിന് കാരണം. ഓക്കെ, ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുക്കുന്നവയിൽ ഏതിലാണ് മാറ്റം സംഭവിക്കുക? താഴെ കൊടുക്കുന്നത് വേഗതക്കും. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 25ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നിലധികം സെല്ലുകളിൽ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഒന്നിലധികം സെല്ലുകൾ ശ്രേണി രൂപത്തിൽ ഘടിപ്പിച്ചാൽ താഴെ കൊടുക്കുന്ന പ്രസ്താവനകൾ ശരി ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 25ൻ്റെ ആൻസർ നമ്മൾ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ പറഞ്ഞത് 1ഉം 2ഉമാണ് ശരി. എന്നാൽ 1ഉം 2ഉം മാത്രമാണ് ശരി. 3ാമത്തത് ശരിയല്ല. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അത് കാരണം അതെന്താണെന്ന് നിങ്ങൾ നോക്കണേ. താഴെ പറയുന്നവരിൽ ഏതൊക്കെയാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം? മൈക്രോവേവ് ഓവൻ, ഇലക്ട്രിക് ഹീറ്റർ, റെഫ്രിജറേറ്റർ ഇല്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താണ്? 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് 26ൻ്റെ ആൻസർ. 27ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വേദ മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലാണ് ഏത്? 27ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി പ്രളയ് ആണ്. 27ാമത്തെ ആൻസർ. 28 നോക്കാം. ഇന്ത്യ ബേഡ്സ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി INOയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എവിടെ വെച്ചാണ്? 28ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് പറയാം. ഓപ്ഷൻ സി തമിഴ്നാടിലാണെന്ന്.
ഓക്കെ. 29 താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊളോയിഡിൻ്റെ സവിശേഷതകൾ ഏതെല്ലാം? കൊളോയിഡിൻ്റെ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. കൊളോയിഡിൻ്റെ സവിശേഷതകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മളോട്. ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉമാണ് അതിൻ്റെ കൊളോയിഡലിൻ്റെ സവിശേഷതകൾ. ഘടകങ്ങളെ അരിച്ചു വേർതിരിക്കാൻ കഴിയില്ല, പ്രകാശത്തിൻ്റെ പാത ദൃശ്യമാണ്. ഈ രണ്ട് ഓപ്ഷനുകളുമാണ് എന്താ കൊളോയിഡലിനെ സംബന്ധിച്ചിടത്തോളമുള്ള സവിശേഷത എന്ന് നമുക്ക് പറയാം. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഏതാനും ആസിഡുകളുടെ അയോണീകരണ സമവാക്യങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് തരുന്നത്. ഇതിലെല്ലാം ശരിയാണ്. ഇതിലെല്ലാം എന്താണ് ശരിയാണ്? ഓൾ ഓഫ് ദി അബോ ശരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെ സംബന്ധിച്ച് ഏതാനും പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകൾ ആണടാ, ഈ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഈ എല്ലാ പ്രസ്താവനകളും ഒന്ന് എടുത്ത് നോട്ടിലോട്ട് മാറ്റിയിരിക്കോ. ഈ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 180 ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ജലതന്മാത്രയുടെ എണ്ണമാണ് നമുക്കറിയാം 180 ഗ്രാം ആണുള്ളത്. H2O നോക്കുകയാണെന്നുണ്ടെങ്കിൽ H2Oൻ്റെ എത്രയാണ്? 18 ആണ് വരിക. 180 അങ്ങനെ അടിച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 വെച്ചിട്ട് നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആണ് നമ്മുടെ ആൻസർ. ഇടാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? താഴെ കൊടുക്കുന്നവയിൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ ഏതെല്ലാം? താഴെ കൊടുക്കുന്നവയിൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? കാൽസിനേഷനും റോസ്റ്റിങ്ങുമാണ്. 2ഉം 4ഉം എന്ന ഓപ്ഷൻ ഉണ്ടോ? ആ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 33ൻ്റെത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താപം, ഈ ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ റിയാക്ഷൻ, ഈ രാസപ്രവർത്തനത്തിൽ താഴെ കൊടുക്കുന്നവയിൽ ഏതെല്ലാം മാർഗ്ഗങ്ങളാണ് പുരോപ്രവർത്തനം? ഫോർവേഡ് റിയാക്ഷൻ വേഗത കൂട്ടാൻ സിയുടെ ഗാഢത വർദ്ധിപ്പിക്കുക. സിയുടെ ഗാഢത വർദ്ധിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. താപനില വർദ്ധിപ്പിക്കുക. ഇവിടെ പ്രൊഡക്റ്റ് ഭാഗത്ത് താപമുണ്ട്. അപ്പോൾ ഇതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്. എക്സോതെർമിക് റിയാക്ഷനിൽ താപനില വർദ്ധിപ്പിച്ച് കാണുന്നത് അത് അബ്സോർബ് ചെയ്ത് കണ്ടത് ക്യാൻസൽ ആവാനാണ്. ആൾ ഷിഫ്റ്റ് ചെയ്യും. റിയാക്ഷൻ ഷിഫ്റ്റ് ടു ടെമ്പറേച്ചറിനെ ക്യാൻസൽ ആക്കും. അതുകൊണ്ട് താപനിലയിലും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. മർദ്ദം വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? കൊളീഷൻ്റെ എണ്ണം കൂടും. മാക്സിമം നമ്പർ ഓഫ് കൊളീഷൻസ് അവിടെ നടക്കും. അതുകൊണ്ട് റിയാക്ഷൻ ഒന്നുകൂടെ കൂടാൻ സാധ്യതയുണ്ട്. എയുടെ ഗാഢത വർദ്ധിപ്പിക്കുക. അതാണ് റിയാക്റ്റൻസിൻ്റെ ഗാഢത വർദ്ധിപ്പിച്ചാലും ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അപ്പോൾ നമ്മൾ ആൻസർ എന്താണ്? ഓപ്ഷൻ 4ഉം 2ഉം എന്ന ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് നോക്കാം. താഴെ കൊടുക്കുന്നവയിൽ ഫങ്ഷണൽ ഐസോമറുകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഇതുമാണ് ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസത്തിന് കാരണം. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെയിം കെമിക്കൽ ഫോർമുല സെയിം ആണ്, പക്ഷേ ഡിഫറൻറ്റ് എന്താ പറയുക ഫങ്ഷണലുകളാണ് അത് പറയുക. അങ്ങനത്തെ ആളുകളെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം എന്ന് പറയുക. എന്താണ്? കെമിക്കൽ ഫോർമുല സെയിം ആണ്, സെയിം കെമിക്കൽ ഫോർമുല ഡിഫറൻറ്റ് ഫങ്ഷനിങ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണെന്ത് ഫങ്ഷണൽ ഗ്രൂപ്പ്. നമ്മൾ ഓപ്ഷൻ എന്താണടാ? 1ഉം 3ഉം എന്ന ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. 1, 3 എന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. 35ാമത്തെ ആൻസർ 1ഉം 3ഉം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ കൊടുക്കുന്നവയിൽ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ അലോട്രോപ്സ് ഓഫ് കാർബൺ ഏതെല്ലാമാണ്? ക്യുമീനല്ല, ഫുള്ളറിനാണ്, ഗ്രാഫൈറ്റ് ആണ്, ഗ്രാഫീനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നൊഴിച്ച് ബാക്കിയുള്ള ഏതൊക്കെയുള്ള ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് UN ജനറൽ അസംബ്ലി ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിളായിട്ട് ഇത് കുറേ കണ്ടിട്ടുണ്ട്. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. ഷീൽഡർ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പറഞ്ഞതാണ്. തിയോണ്ടർ ഷോനാണ് ജന്തുവിനെ പറഞ്ഞത്. ബ്രൗൺ ആണ് കോശത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടെത്തിയ ആൾ. റൂദർഫ് വിർഷുവാണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞതോ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതിലെ കറക്റ്റായിട്ടുള്ള ജോഡി തന്നിരിക്കുന്നത് MG ഷ്ലീഡറാണ്. സസ്യകോശം ശരീരത്താൽ നിർമ്മിതമാണ്, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്ത ഇതിലോട്ട് പോകാം നമുക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പോഷണ പ്രക്രിയയിലെ ശരിയായ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഫ്ലോർ ചാർട്ടാണ് തന്നിരിക്കുന്നത്. കണ്ടെത്തി ശരിയായ ഫ്ലോർ ചാർട്ട് ഏതാണ്? 39ലെ ശരിയായ ഫ്ലോ ചാർട്ട് നമ്മൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഫ്ലോ ചാർട്ട്. ഈ ഫ്ലോ ചാർട്ട് ഒന്ന് കാണാതെ പഠിച്ചു കേട്ടോ. ഓക്കെ, 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളുടെ കൂട്ടം കണ്ടെത്തിയത്. കൊഴുപ്പ്, വിറ്റാമിൻ, കൊഴുപ്പടക്ക്. ഓക്കെ, മറ്റേത് BC എന്ന ആളുകൾ ആരാണ്? വാട്ടറിൽ ലയിക്കുന്ന ആൾക്കാരാണ്, WBC. ഓക്കെ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സെറിബ്രത്തിൻ്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഏത്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്നു. ഇതാണ് ഓപ്ഷൻ ബി ആണ് നമ്മൾ ആൻസർ. പേശി ഏകോപിക്കുന്ന ആളാരെ? സെറിബില്ലമാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ ഇതിൻ്റെ ധർമ്മങ്ങൾ കൃത്യമായിട്ട് പഠിക്കട്ടോ. ഈ 3 കാര്യങ്ങളും ഈ എല്ലാ ഓപ്ഷനുകളും കൃത്യമായിട്ട് പഠിച്ചോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്.
തന്നിരിക്കുന്നവയിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗം ഏത്? സിക്കിൾ സെൽ അനീമിയ. ഇതൊരു പാരമ്പര്യ രോഗമാണ്. അതുകൊണ്ട് അത് വാക്സിനേഷൻ കൊണ്ട് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും തോന്നുന്നില്ല അല്ലേ. 43 പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജൻ്റെ ഉറവിടം ജലത്തിൻ്റെ വിഘടനമാണ്. എന്താണ്? ജലത്തിൻ്റെ വിഘടനമാണ്. H2O സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജനെ പുറന്തള്ളുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 40 ചൂടും സ്പർശവും അറിയുന്നതിന് മനുഷ്യനെ സഹായിക്കുന്ന സ്വീകാര്യണികളെ കണ്ടെത്തിയതിന് 2021 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർക്കാണ്? ഓപ്ഷൻ ബി ഡേവിഡ് ജൂലിയസിനാണ്. ഡേവിഡ് ജൂലിയസിന് ആണ് 44ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഡേവിഡ് ജൂലിയസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ജ്ഞാനത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടി ഏത് എന്നാണ് ചോദിച്ചത്. ഏതാണ് പരിപാടി? ജൈവ വൈവിധ്യ ഉദ്യാനമാണ്. ഓക്കെ. ിൽ ചാക്രിക രീതിയുടെ സവിശേഷത ഏതാ? ഓപ്ഷൻ സി ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണം. ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുള്ള ചെറുതായിട്ട് അടിന്ന് ചെറുതിന്ന് മേൽക്കോട്ട് പോകുന്ന ആ ഒരു അനുസരിച്ചുള്ള ക്രമീകരണമാണ് ചാക്രിക രീതിയുടെ സവിശേഷത. അടുത്തത് പിയാഷയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ് എന്ന് പറയുന്നു. നമ്മൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 64ാമത്തെ നോക്കുക. ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹവാർഡ് ഗാർഡ്നർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മുന്നോട്ട് വെച്ചത്? 64ാമത്തെ ആൻസർ ഓപ്ഷൻ എ ശാരീരിക ചലനപരമായ ബുദ്ധിയാണ് ഹവാർഡ് ഗാർഡ്നർ മുന്നോട്ട് വെച്ചത്. ഓക്കെ. 65ാമത്തെ ശ്രമപരാജയ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ ഏതൊക്കെ? ശ്രമപരാജയ നിയമം ട്രയൽ ആൻഡ് എറർ മെത്തേഡിൻ്റെ 3 കാര്യങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡി ഫലനിയമം, അഭ്യാസ നിയമം, പ്രാക്ടീസ്. ഫലനിയമം ലോ ഓഫ് എഫക്റ്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 66ാമത്തെ ക്വസ്റ്റ്യൻ. അധ്യാപക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് സ്വന്തം ഉത്തരം കണ്ടെത്താൻ ആതിരയ്ക്ക് കഴിഞ്ഞില്ല. അധ്യാപക ചില സൂചനകളും വിശദീകരണങ്ങളും നൽകിയപ്പോൾ ആതിര സ്വന്തം ഉത്തരം കണ്ടെത്തി. ഇതിനെ താഴെ കൊടുത്ത ഏത് മനഃശാസ്ത്ര ആശയവുമായി ബന്ധപ്പെടുത്തി എഴുതാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. സമീപസ്ഥ വികാസ മണ്ഡലവുമായി ബന്ധപ്പെടുത്തി എഴുതാൻ പറ്റും നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 67ാമത്തെ ക്വസ്റ്റ്യൻ. പ്രത്യേക അസൈൻമെൻറ്റുകൾ, സ്വതന്ത്ര പ്രൊജക്റ്റുകൾ, ലഘു ഗവേഷണങ്ങൾ എന്നിവ ഏത് വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്കാണ് കൂടുതൽ അനുയോജ്യം എന്ന് പറയുന്നത്? പ്രതിഭാധാരയായ കുട്ടികൾ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻസിനാണ് ഈ കാര്യങ്ങൾ. ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ഏത് മനഃശാസ്ത്ര ചിന്താധാരയാണ് മുന്നോട്ട് വെച്ചത്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രകാരാണ് എന്ത് ചെയ്തത്? ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഇൻസൈറ്റ് ലേണിംഗ് എന്ന കാര്യം മുന്നോട്ട് വെച്ചത്. പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ ആൾക്കാരാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 69ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലെ വ്യത്യാസമാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 70ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രൂണറുടെ ആശയ രൂപീകരണ പ്രക്രിയ പിന്തുടരുന്ന ടീച്ചർ 5ാം ക്ലാസ്സിൽ ത്രികോണത്തിൻ്റെ പ്രത്യേകതകൾ പഠിപ്പിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ത്രികോണം ABC-യിൽ A പ്ലസ് കോൺ B പ്ലസ് കോൺ C = 180 എന്ന് ബോർഡിൽ എഴുതി. ഇത് ഏതു ഘട്ടത്തെ സൂചിപ്പിക്കുന്നു? 70ാമത്തെ ആൻസർ ഓപ്ഷൻ സി പ്രതീകാത്മക ഘട്ടത്തെ സൂചിപ്പിക്കുന്നു. ഏതാണ്? പ്രതീകാത്മക ഘട്ടത്തെ. ഇവിടെ നോക്കണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്നത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ബുദ്ധിമാപനത്തിന് വയസ്സാണല്ലേ. വയസ്സാണ് എന്ത് ബുദ്ധിമാപനത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത്. 7ാം ക്ലാസ്സിലെ ലീഡറാണ് വിദ്യ. ഓക്കെ. ഇനി ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി അവൾ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള കഴിവ്, സഹകരണ മനോഭാവം, അനുതാപം എന്നീ കഴിവുകളും വിദ്യക്കുണ്ട്. വിദ്യയുടെ ഈ കഴിവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വിദ്യയുടെ ഈ കഴിവുകൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? വിദ്യ ഒരു വൈകാരിക ബുദ്ധിയുള്ള ആളാണെന്ന് സൂചിപ്പിക്കുന്നു. സഹപാഠികളുടെ ചെറു സംഘം ഒരു പൊതു ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? സഹകരണാത്മക പഠനമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കേരളത്തിലെ സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടലാണ് സ്കൂൾ വിക്കി. 75ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനമാണ് സിമാറ്റ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 75ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മരങ്ങൾക്ക് ജീവികളെപ്പോലെ ചലനശേഷി കൈവന്നാൽ അതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരിക്കും? താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്തിൻ്റെ വികാസത്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ കൂടുതൽ അനുയോജ്യമായത്? വെറുതെ കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ശാസ്ത്ര പഠനത്തിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ജിയോജിബ്ര, ഫെറ്റ്, സ്റ്റെല്ലേറിയം. ഏതാടാ? ഫെറ്റാണ്.
ഓക്കെ. ജന്മന അംഗവൈകല്യമുള്ള കുട്ടി നഴ്സറി ക്ലാസ്സിൽ പോയിരുന്നില്ല. അതിനാൽ 1-ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ മറ്റു കുട്ടികളെപ്പോലെ ഭാഷാശേഷി നേടാൻ കഴിഞ്ഞില്ല. വികാസത്തിൻ്റെ ഏത് തത്വവുമായി ബന്ധപ്പെട്ടതാണ് ഈ കാര്യം? ഏത് തത്വവുമായി ബന്ധപ്പെട്ടതാണ്? വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടത് കൊണ്ടാണ്. ഓക്കെ. 79ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും കൃത്യമായി ഓർത്തെടുക്കുന്ന കുട്ടി ഏത് തരം ഓർമ്മയാണ് ഉപയോഗിക്കുന്നത്? സംഭവപരമായ ഓർമ്മയാണോ? ഏത് തരമായ ഓർമ്മയാണ്? ഓപ്ഷൻ എ അർത്ഥപരമായ ഓർമ്മയാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. താഴെ കൊടുത്തിരിക്കുന്ന ഏതു മാർഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത്? ഈ ഓപ്ഷൻ ഡി മുകളിൽ സൂചിപ്പിച്ച എല്ലാം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. എന്ന് നമ്മൾ കൃത്യമായിട്ട് 042/2022 ക്വസ്റ്റ്യനുകളാണ് ചെയ്തത്. കൃത്യമായ ഓരോ ക്വസ്റ്റ്യനുകളും നമ്മൾ കണ്ടെത്തി എഴുതിയിട്ടുണ്ട്. ആ ഇംഗ്ലീഷ് മാത്സ് കാര്യങ്ങളല്ലാത്ത എല്ലാ ക്വസ്റ്റ്യനുകളും നമ്മൾ അത്യാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾ നോക്കേണ്ട കാര്യം ഈ ക്വസ്റ്റ്യനുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു 3-4 ആൻസറുകൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യനുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാനും അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സീരീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് എക്സ്ട്രാ പോയിന്റുകൾ എന്തെല്ലാം നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ചുമ്മാ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ചെയ്ത് ഇരുന്നിട്ട് ഒന്നും LP-UPയിൽ നേടാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക് ഓരോ ഏരിയയിലോട്ട് പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നദീതട സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആ നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മളെ മൈൻഡിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരണം. ഹാരപ്പൻ മുതലുള്ള എല്ലാ സംഭവങ്ങളും, സിന്ധു നദി ഇങ്ങോട്ടാണ് പോന്നിട്ട് അത് ആരൊക്കെ കണ്ടെത്തിയത്, എവിടെയൊക്കെ ഖനനം ചെയ്തത് മുതലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെയിൻ പോലെ അങ്ങനെ കോർത്ത് മനസ്സിൽ കണ്ടുപഠിക്കാൻ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറൗണ്ട് ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പഠനം കൂടിയായിട്ട് നിങ്ങൾക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റൂടാ. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നത് നമുക്ക് അടുത്ത പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത ദിവസം തന്നെ വരാൻ പറ്റും. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ടു ആൾ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.